ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 ഏതെല്ലാം റെക്കോർഡുകളാണല്ലേ നമ്മുടെ അനീഷേട്ടൻ്റെ കയ്യിൽ. ആദ്യമായിട്ട് ടാസ്ക് ലെറ്റർ വായിച്ചത് അനീഷേട്ടനാണ്. സീസൺ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റനായി ആദ്യത്തെ ടാസ്ക് ലെറ്റർ വായിച്ചതും അനീഷേട്ടൻ. അവസാനത്തെ സീസൺ തീരുമ്പോൾ അവസാനത്തെ ടാസ്ക് ലെറ്ററും വായിക്കുന്നത് അനീഷേട്ടൻ. സത്യം പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നല്ലേ. ആദ്യമായിട്ട് ക്യാപ്റ്റനായി ആദ്യമായിട്ട് ടാസ്ക് ലെറ്റർ വായിച്ച മനുഷ്യൻ തന്നെ അവസാനം ഈ 99ാമത്തെ ദിവസം ടാസ്ക് ലെറ്റർ വായിക്കാൻ കഴിയുക എന്നുള്ളത് ഭയങ്കര അതിശയമാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു റെക്കോർഡാണ്. അതുപോലെ 5 പ്രാവശ്യം ജയിലിൽ കിടന്ന ആൾ, ഇപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റൻ, ആദ്യമായി ടാസ്ക് ലെറ്റർ വായിച്ച ആൾ, അതുപോലെ 5 തവണ 4 പ്രാവശ്യം ഒരേ കണക്ക് കണ്ടിന്യൂസ് ജയിലിൽ കിടന്നു. അതുപോലെ തന്നെ 5 തവണ ജയിലിൽ കിടന്ന ആ മനുഷ്യൻ, ആദ്യമായിട്ട് ജയിലിൽ സ്വന്തം പേര് കൊത്തിവെക്കാൻ ഭാഗ്യം സിദ്ധിച്ച മനുഷ്യൻ. സത്യം പറഞ്ഞാൽ അതൊക്കെ കോമഡിയല്ല. നമുക്ക് അപ്പം സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു റെക്കോർഡാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്, ഒരു ദിവസം ഒരു തവണ പോലും പട്ടി കുറയ്ക്കാത്ത, ഒരു ദിവസം പോലും ഉറങ്ങുന്നതിന് പട്ടി കുറയ്ക്കാത്ത മനുഷ്യൻ അല്ലേ. അനീഷ് പകലുറങ്ങി എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും പട്ടി കുറച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ പോലും മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാത്ത മനുഷ്യൻ. ഒരിക്കൽ പോലും മൈക്ക് മാറ്റി വെച്ചിട്ടില്ല. മൈക്ക് ധരിക്കൂ എന്ന് പറയേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം ബാറ്ററി എടുക്കാൻ പോയിട്ട് എല്ലാവർക്കും ബാറ്ററി കൊണ്ടു കൊടുത്തു. തിരിച്ച് പുള്ളി മാത്രം ബാറ്ററി എടുക്കാൻ മറന്നു. അപ്പോൾ അനീഷ് ബാറ്ററി മാറ്റൂ എന്ന് പറഞ്ഞു ഒരേ ഒരു തവണ. അല്ലാതെ ഒരിക്കൽ പോലും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ബാറ്ററി മാറ്റാതിരുന്നിട്ടില്ല, മൈക്ക് മാറ്റി സംസാരിക്കാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ആളെപ്പോലും ഒരു തരത്തിലും ചീത്ത പറഞ്ഞു, അച്ഛനെ വിളിച്ചു, തെറി പറഞ്ഞു എന്ന് പറഞ്ഞു ഒരിക്കൽ പോലും ഒരു എപ്പിസോഡ് പോലും ലാലേട്ടൻ ചീത്ത പറയാത്ത മനുഷ്യൻ, ഒരിക്കൽ പോലും ശാസന ഏൽക്കാത്ത മനുഷ്യനാണ് കേട്ടോ. അതും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിലുള്ളതാണ്. ഒരിക്കൽ പോലും ലാലേട്ടൻ്റെ ചീത്ത ആ രീതിയിലുള്ള തെറി കേൾക്കാത്ത മനുഷ്യൻ. കാരണം ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചെന്നോ ആരെങ്കിലും തെറി പറഞ്ഞോന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ശാസന കേട്ടിട്ടില്ല. അതുപോലെ തന്നെ പിന്നെന്താണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളാണ് എല്ലാവർക്കും. ഒരു ദിവസം പോലും മോർണിംഗ് സോങ്ങിൽ ഡാൻസ് കളിക്കാൻ വരാതിരുന്ന മനുഷ്യൻ എല്ലാ ദിവസവും ഈ 99 ദിവസവും രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് സോങ്ങിൽ ഡാൻസ് കളിക്കുന്ന മനുഷ്യൻ. മിക്കവാറും എല്ലാവരും മടിയന്മാരും മടിച്ചുകളുമായിരുന്നു. പല ദിവസങ്ങളിലും വരാറില്ല. പക്ഷേ അനീഷേട്ടൻ ഈ 90 പുള്ളി പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പുള്ളി എല്ലാം ജെനുവിനായിട്ട് ചെയ്തത്. ഒരു ദിവസം, ഒന്നാമത്തെ ദിവസം മുതൽ 99 ദിവസം വരെയും കറക്റ്റ് മോർണിംഗ് സോങ്ങിൽ അതേ എനർജിയോട്. ആദ്യത്തെ ദിവസം എങ്ങനെയാണോ ഡാൻസ് എനർജി ചെയ്തത്, ഡാൻസിന് എനർജി ഡാൻസ്, പുള്ളിക്ക് ഡാൻസ് ഒന്നും അറിയാത്ത ആളാണ്. പക്ഷേ എന്നാലും അത്രയും ആ എനർജി പോകാതെ തന്നെ ഈ അവസാനത്തെ 99ാമത്തെ ദിവസവും ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെ മിക്കവാറും എല്ലാ റെക്കോർഡുകളും സ്വന്തം പേരിൽ എഴുതി വെച്ചിട്ടാണ് പോണത്. എല്ലാ റെക്കോർഡുകളും. ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്ത മനുഷ്യൻ, ഡ്യൂട്ടിയുടെ പേരിൽ ആരും ചീത്ത പറയേണ്ടി വരാത്ത മനുഷ്യൻ. അതുപോലെ തന്നെ എല്ലാ ടാസ്കുകൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത വ്യക്തി. പിന്നെ അതുപോലെ തന്നെ ആരെയും അടിച്ചെന്നോ ചീത്ത പറഞ്ഞെന്നോ പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കാത്ത മനുഷ്യൻ, നിലപാടുകൾ മാറ്റാത്ത മനുഷ്യൻ, ഹ്യൂമാനിറ്റി കാണിച്ച മനുഷ്യൻ. എന്നാൽ ഒരുപാട് അൺനെസസറി പഴികൾ കേട്ട മനുഷ്യൻ, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറിയ മനുഷ്യൻ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മുടെ ഒരു സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന സാധാരണക്കാരനായ അനീഷ്, കോമണർ ആയിട്ട് വന്ന അനീഷ് തറയിൽ അനീഷ് ടി എ എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്കും അങ്ങനെയില്ല, ആർക്കും അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല. അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നിട്ടും സ്ട്രോങ് ആയി നിന്ന് ഒരിക്കൽ പോലും കരയാത്ത, ഈ ഹൗസിനുള്ളിൽ പ്രശ്നങ്ങളൊന്നും ഒരിക്കൽ പോലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി സങ്കടം വരുമ്പോഴൊക്കെ ബാത്റൂമിലൊക്കെ കയറുന്ന കണ്ടിട്ടുണ്ട്. ആ അനുമോളുടെ അന്നത്തെ ആ ഒരു സങ്കടത്തിലും പുള്ളി ബാത്റൂമിലേക്ക് കയറിപ്പോയി പെട്ടെന്ന് കണ്ണ് തുടച്ചിട്ട് വരുന്നത് കണ്ടു. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ്, അതും കണ്ണ് നിറഞ്ഞ് നമ്മൾ കണ്ടില്ല. പെട്ടെന്ന് കണ്ണ് നിറഞ്ഞപ്പോൾ വേഗം ഷാനവാസിനെ കെട്ടിപ്പിടിച്ചു അമ്മയെ കണ്ടപ്പോൾ. അല്ലാതെ ഒരിക്കൽ പോലും കണ്ണ് നിറയാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജെന്യുവിനായിട്ടുള്ള പേഴ്സൺ. അദ്ദേഹത്തിന് തന്നെ കിട്ടട്ടെ ബിഗ് ബോസ് സീസൺ മലയാളം 7 ടൈറ്റിൽ വിന്നറാകാൻ കിട്ടട്ടെ എന്നുള്ള കപ്പ് അദ്ദേഹം തന്നെ നേടട്ടെ. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ഒരു ടൈറ്റിൽ വിന്നറാവാൻ ഒരു കോമണർക്ക് സാധിക്കുന്നെങ്കിൽ അത് ഭയങ്കര അഭിമാനകരമായ കാര്യമാണല്ലേ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനെ സാധാരണക്കാരായ ജനങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റി നമ്മളുടെ ഫോണിൽ നിന്ന് വോട്ട് ചെയ്ത് നമ്മൾ 24/7 ലൈവ് കണ്ട് നമ്മൾ ആഗ്രഹിച്ച് സ്നേഹിച്ച് ആ മനുഷ്യൻ കപ്പ് നേടാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും അനീഷേട്ടൻ കപ്പ് നേടുക തന്നെ ചെയ്യും.